Okay, so good evening once again. Sybasis present ചെയ്യുന്ന വെബിനാറാണ് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തേക്കുന്നത്. സോ സിബേസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഡൊമൈനാണ്. അതായത് നമ്മളെ സൈബർ സെക്യൂരിറ്റിയും ലിക്വിഡ് ലോജിസ്റ്റിക്സും കൂടെ ഉള്ള ഒരു സിംഗിൾ ഡൊമൈനാണ്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഡൊമൈനാണ് സിബേസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ സിബേസിസിന്റെ അണ്ടറിലാണ് ഇപ്പം നമ്മൾ ഈ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വെബിനാർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് ഇത്ര ഒരു ഹൈപ്പായിട്ട് നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ഒരു പോപ്പുലാരിറ്റി വന്നത് എന്താണെന്നുള്ളത് അല്ലേ. സോ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 to ഒരു 15 ഇയേഴ്സ് അല്ലെങ്കിൽ 10 to 12 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഭയങ്കര പോപ്പുലർ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നോർമലി ഒരു കോമൺ പീപ്പിൾ വിചാരിക്കുന്നത് ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് അല്ലെങ്കിൽ വല്ല കൊറിയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നാണ്. ബട്ട് ഇതൊന്നുമല്ല. എസ്പെഷ്യലി ഒരു ഡിഫറെന്റ് ആസ്പെക്ട് ആണ് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് എന്നുള്ളത്. അതിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഇതിൽ വരുന്നത്. സോ നമ്മളുടെ ഇതുപോലത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വേറൊരു ഫീൽഡ് Hello, ഇല്ല. sir. Sir, please speak in English or Hindi. Hello. Yes, yes, yes. Please speak in English. I don't know which language you are talking. We are talking in Malayalam. Malayalam. I don't know Malayalam. So are you all comfort with this English? Okay, Ikram, as per your request, we will take the session in English only, okay? Yes. So hope everyone can follow or understand, okay? So what is this logistics means? Does anyone know what is logistics, or why this logistics and shipping is so important in this generation, or in this scenario, why it's so important? Actually, the main thing, the logistics and this shipping start from when the globalization got expanded. The scope of this logistics and shipping got expanded worldwide. Okay, the main factor is like the increase in export and import, because our economy, not only our economy, world economy is based on this export and import activity. So based on that, this logistics and shipping industry got raised. Okay, hope you can listen. Hope my voice is audible, right? ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ലോജിസ്റ്റിക്സ്? ലോജിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരുണ്ട്. ഐ മീൻ കുറച്ച് മലയാളീസ് ഉണ്ട്, ഈവൻ പല സ്ട്രീമിൽ നിന്ന് വന്നവരുണ്ട്. 10th കഴിഞ്ഞവരുണ്ടാവും, +2 കഴിഞ്ഞവരുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം വാട്ട് ഈസ് ലോജിസ്റ്റിക്സ് എന്നുള്ളത്. ആക്ച്വലി ലോജിസ്റ്റിക് മീൻസ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഓർ കാർഗോസ് ഫ്രം എ പോയിന്റ് ഓഫ് ഒറിജിൻ ടു പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, അതായത് ലോജിസ്റ്റിക്സ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷനിലേക്കുള്ള കാർഗോ അല്ലെങ്കിൽ ഗുഡ്സിന്റെ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്നാണ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. ആസ് ഒരു കോമൺ മാന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറയാം. അതായത് ഒരു പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ, അതായത് ഒരു ഉത്ഭവത്തിൽ നിന്ന് ഒരു നിശ്ചയിച്ച സ്ഥലത്തിലേക്കുള്ള കാർഗോസ് അല്ലെങ്കിൽ ഗുഡ്സിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലവർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ലൈക്ക് ഈസ് ദിസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഈസ് സെയിം? ചിലർക്കെങ്കിലും തോന്നാം ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിനും ഒന്നാണോ എന്നുള്ളത്. ബട്ട് അല്ല.
ആക്ച്വലി ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് സപ്ലൈ ചെയിന്റെ ഒരു പാർട്ടാണ്. ആക്ച്വലി ലോജിസ്റ്റിക്സ് ഇസ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ചെയിൻ is an entire system of producing and delivering a product or service from the very beginning stage of sourcing the raw materials to the final delivery of product or services to the end user. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പൊ ഒരു ഫർണിച്ചർ എടുക്കുവാണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരമാണ് അല്ലെങ്കിൽ വുഡാണ്. അപ്പൊ ഈ വുഡ് കളക്ട് ചെയ്യുക, അതായത് റോ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു വെയർ ഹൗസിൽ എത്തിച്ചിട്ട് ആവശ്യാനുസരണം അതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ എത്തി അത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് പോയി, പിന്നെ അവിടെ നിന്ന് അത് റീറ്റെയിലറിന്റെ അടുത്ത് പോയി, അവിടെ നിന്ന് കസ്റ്റമറിലേക്ക് എത്തുന്ന ആ എൻഡ് പ്രോസസ്സിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസിന്റെ പ്രൊക്യൂർമെന്റ്, അതായത് അതിന്റെ കളക്ഷൻ തൊട്ട് അത് മാനുഫാക്ചർ ചെയ്ത് വെയർ ഹൗസ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തുന്ന ഒരു എൻഡ് പ്രോസസ്സിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ചെയിന്റെ ഒരു പാർട്ടാണ്. അതായത് ഈ സപ്ലൈ ചെയിൻ ആക്ച്വലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ അത് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോജിസ്റ്റിക്സ് അതിൽ ഇൻവോൾവ് ആവുന്നത്. നിങ്ങൾക്ക് ആ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കാണാൻ പറ്റും. എല്ലാ പ്രോസസ്സും, അതായത് റോ മെറ്റീരിയൽസ് കളക്ഷൻ, സപ്ലയർ, മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിലർ, കൺസ്യൂമർ, ഈ പറഞ്ഞ എല്ലാ പാർട്ടിസിപ്പന്റിന്റെയും മീഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ആണ്. ഈ പറഞ്ഞ റോ മെറ്റീരിയൽ കളക്ട് ചെയ്ത് സപ്ലയറിലേക്ക് എത്തുന്നത് ഒരു ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി ത്രൂ ആണ്. പിന്നെ സപ്ലയറിന്റെ അടുത്ത് നിന്ന് മാനുഫാക്ചറിലേക്ക് എത്തുന്നത് ഈ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി ത്രൂ ആണ്. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് എത്തുന്നത്, റീറ്റെയിലറിന്റെ അടുത്ത് എത്തുന്നത്, കൺസ്യൂമറിന്റെ അടുത്ത് എത്തുന്നത്, അതായത് ഫൈനൽ കസ്റ്റമേഴ്സ്, അതാണ് നമ്മൾ. ഓക്കെ, ഇതാണ് സപ്ലൈ ചെയിൻ. സോ സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും ഡിഫറെന്റ് ആസ്പെക്ട് ആണ്. സപ്ലൈ ചെയിൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. സോ അത് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി ഉള്ളത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ അതേപോലെ തന്നെ നമ്മൾ ഈ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ഷിപ്പിംഗിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വേറൊരു ടോപ്പിക്കാണ് വെയർ ഹൗസ് അല്ലെങ്കിൽ വെയർ ഹൗസ് മാനേജ്മെന്റ്. എല്ലാവർക്കും അറിയാം വെയർ ഹൗസ്. നോർമലി എല്ലാവരും കേട്ടേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വെയർ ഹൗസ് അല്ലെങ്കിൽ ഗോ ഡൗൺ എന്നൊക്കെ ആയിരിക്കും. ആക്ച്വലി ഈ വെയർ ഹൗസ് ഇസ് എ പ്ലേസ് ടു സ്റ്റോർ ഗുഡ്സ് സേഫ്ലി, അതായത് ഏറ്റവും സുരക്ഷിതമായിട്ട് കേടുപാടുകളൊന്നും കൂടാതെ ഗുഡ്സ് കീപ്പ് ചെയ്യുന്ന, അതായത് സേഫ് ആയിട്ട് വെക്കുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് പറയുന്നത്. സോ ഈ വെയർ ഹൗസ് മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ വെയർ ഹൗസിൽ വെക്കുന്ന ഗുഡ്സ് അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, പ്രോപ്പർ ആയിട്ട് അസൈൻ ചെയ്ത് വെക്കുക, അഴക്കാനുള്ള പ്രൊഡക്ട്സ് ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക, വന്ന പ്രൊഡക്റ്റ് ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. സോ അത് പ്രോപ്പർ ആയിട്ട് ആ ഒരു വെയർ ഹൗസിലെ ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണതിനെയാണ് വെയർ ഹൗസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Properly managing the warehouse activities warehouse according to the activities is warehouse management. ഓക്കെ, അത് പ്രോപ്പർ ആയിട്ട്, അതായത് ഒരു വെയർഹൗസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക, അതിലെ ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വെയർഹൗസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു ആസ്പെക്ട് വരുന്നത്. അതും ഈ പറഞ്ഞ ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിനും ഷിപ്പിങ്ങും പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ജനറേഷനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കായിരിക്കും വെയർഹൗസ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതാണ് വെയർ ഹൗസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ ഇറ്റ്സ് കംസ് ടു ഷിപ്പിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളുടെ ലോജിസ്റ്റിക്സ് പോലെ തന്നെ ആക്ച്വലി ഈ ഷിപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലെ ഒരു പാർട്ടാണ് ഈ പറഞ്ഞ ഷിപ്പിംഗ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് കാർഗോ ഇൻ ബൾക്ക് മെയിൻലി അക്രോസ് ദി ബോർഡേഴ്സ് ബൈ സീ, എയർ, റെയിൽ, റോഡ് ആൻഡ് പൈപ്പ് ലൈൻ. അല്ലേ, നമ്മൾ ഷിപ്പിംഗ് എന്ന് കേൾക്കുമ്പോൾ പല മോഡ്സ് വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ബൈ സീ, ഈ കടൽ മാർഗമുള്ള, പിന്നെ ബൈ എയർ ത്രൂ ഫ്ലൈറ്റ്, പിന്നെ ബൈ റെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അറിയാം, ബൈ റോഡ് ആൻഡ് പൈപ്പ് ലൈൻ കുറച്ച് പേർക്ക് ഫെമിലിയർ ആയിരിക്കാം. പൈപ്പ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓയിൽസ് അല്ലെങ്കിൽ ഗ്യാസ്, ഇതൊക്കെ പൈപ്പ് ലൈൻ ത്രൂ ആണ് അതിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഷിപ്പിംഗ് നടക്കുന്നത്. അതും ഒരു മോഡ് ഓഫ് ഷിപ്പിംഗ് ആണ്. ആക്ച്വലി ഈ ലോജിസ്റ്റിക്സും ഷിപ്പിംഗും ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു ലോജിസ്റ്റിക്സ് പ്രോസസ്സ് പെർഫോം ചെയ്യണത് ഈ ഷിപ്പിംഗ് ആക്ടിവിറ്റി ത്രൂ ആണ്. അതുകൊണ്ടാണ് ഈ ലോജിസ്റ്റിക്സിന്റെ കൂടെ തന്നെ ഷിപ്പിംഗ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഈ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലോജിസ്റ്റിക്സ് പ്രോസസ്സ് നടക്കുന്നത് ഈ പറഞ്ഞ ഷിപ്പിംഗ് കൊണ്ടിട്ടാണ്, ഷിപ്പിംഗ് ആക്ടിവിറ്റി ത്രൂ ആണ് നടക്കുന്നത്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് മോഡ്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബൈ സീ.
സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എക്കണോമിക്കൽ, അതായത് ഏറ്റവും മീൻസ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഷിപ്പിങ്ങിന്റെ, ബൈ സി എന്ന് പറയുന്നത്. ബൈ എയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ക്വിക്കസ്റ്റ് വേ, ഏറ്റവും വേഗതയിൽ നമുക്ക് ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ടാണ് ഈ പറഞ്ഞ ബൈ എയർ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ ബൈ റെയിൽ. റെയിൽ നോർമലി നമ്മൾ കണ്ടുവരുന്ന വിത്തിൻ ദി കൺട്രി ആണ്, അതായത് ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്റ്റേറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ റോഡ് നമ്മൾ ബൈ റെയിൽ ചെയ്യുന്നത്. അതേപോലെ ബൈ റോഡും സെയിം തന്നെ വിത്തിൻ ദി കൺട്രി അല്ലെങ്കിൽ വിത്തിൻ ദി സ്റ്റേറ്റ്, നിയർ ബൈ സ്റ്റേറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ബൈ റോഡ് പ്രിഫർ ചെയ്യുക. പൈപ്പ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ പറഞ്ഞ പോലെ ഓയിൽസ്, ഗ്യാസ്, കെമിക്കൽസ് ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് തന്നെ പല പല സ്റ്റേറ്റിലേക്കൊക്കെ പമ്പ് ചെയ്ത് ആ ഒരു ഓയിലിന്റെയോ കെമിക്കൽസിന്റെയോ ഗ്യാസിന്റെയോ മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പ് ലൈൻ മോഡ് ഓഫ് ഷിപ്പിംഗ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡാണ് ഷിപ്പിംഗ്. അതായത് 90% ഓഫ് ഷിപ്പിംഗ് ആക്ടിവിറ്റി നടക്കുന്നത് ബൈ സീ ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഈ പറഞ്ഞ പോർട്ടിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് കണ്ടിട്ടുണ്ട്. ഒരു കപ്പൽ നിറയെ കണ്ടെയ്നേഴ്സ്, ഈവൻ നമ്മളെ മിക്കപ്പോഴും കാണുന്നതായിരിക്കും ഈ ട്രെയിലേഴ്സിൽ ഈ കണ്ടെയ്നേഴ്സ് കൊണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടിട്ടായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയാണ് ഈ പറഞ്ഞ ബൈ സി അല്ലെങ്കിൽ ഷിപ്പിംഗ് ബൈ സി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് മാസമായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞൊരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ഷിപ്പിംഗ് കമ്പനീസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. സോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ട്രേഡ് തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഷിപ്പിംഗ് ബൈ സി ആണ്. നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് കേട്ടിട്ടില്ലേ, ആ പറഞ്ഞ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബൈ സി ത്രൂ ആണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മളെ വേൾഡ് എക്കോണമി തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ടിവിറ്റീസ് ആണ്. സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഷിപ്പിങ്ങിന് ഇത്രയും പ്രാധാന്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് ഇത്രയും പ്രാധാന്യം ഉള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേറൊരു ഈ ബൈ സീ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് വരുന്നത് ബൈ എയർ ആണ്, അതായത് ത്രൂ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് നോർമലി യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് ഏറ്റവും ക്വിക്കസ്റ്റ്. അതായത് ഇപ്പോൾ ഒരു സാധനം മറ്റൊരു രാജ്യത്തേക്ക് പെട്ടെന്ന് നമുക്ക് അഴക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന അല്ലേ, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ഒരു മോഡാണ് ഈ പറഞ്ഞ ബൈ എയർ എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ നോർമലി കോമൺ ആയിട്ട് കാണുന്ന, അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മീൻ അക്രോസ് ദി ബോർഡേഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കാണുന്നതും ബൈ സിയും ബൈ എയറും ആണ്. ഓക്കെ, സോ ആക്ച്വലി ഇപ്പൊ ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഷിപ്പിംഗ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ, വെയർ ഹൗസ്, ഇതിന്റെ ഒരു സ്കോപ്പ്, അതായത് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ ഇപ്പോ ബൈ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ബൈ ആമസോൺ, നമ്മളിങ്ങനെ കുറെ ഇ കൊമേഴ്സ് കമ്പനികളിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും അല്ലെ. സോ ഈ ഒരു നമ്മളുടെ അടുത്തേക്ക് ഈ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എത്തുന്നത് തന്നെ ഈ പറഞ്ഞ ആ ഒരു ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് അത് ഓർഡർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളുടെ കയ്യിലേക്ക് അത് എത്തില്ല. സോ നമ്മൾ ഡേ ടു ഡേ ലൈഫ് ആയിക്കോട്ടെ, ഈവൻ നമ്മളിപ്പോ സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ സൊമാറ്റോ ഓർഡർ ചെയ്യുന്നു, ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി കൊണ്ടിട്ടാണ് നമുക്കത് നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നത്. ഈ ആമസോൺ വാട്ടെവർ എന്ത് സാധനങ്ങളും. അപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പോലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. സോ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്താലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ IT ഫീൽഡ് എടുത്തോ, ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് എടുത്തോ, അങ്ങനെ ഏത് ഫീൽഡ് എടുത്താലും നമുക്ക് അവിടെ ഒരു ഡിസൈഡ് ഒരു ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതായത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. കാരണം അവർക്ക് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കോഴ്സ്, ഈ ഒരു ടോപ്പിക്കിന് ഇത്രയും ഒരു പ്രാധാന്യം വരാനായിട്ടുള്ള മെയിൻ റീസൺ അത് തന്നെയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് എക്കോണമിയുടെ ഒരു പില്ലറാണ്. ഓക്കെ, അതായത് ഈ ലോജിസ്റ്റിക്സ് ഇല്ലാതെ ഒരിക്കലും ഒരു വേൾഡിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേൾഡ് ക്യാൻ എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്.
നിങ്ങൾ എത്ര പേർക്ക് അറിയോന്നറിയില്ല, ഒരു രാജ്യത്തില് ബഡ്ജറ്റ്, ഓരോ രാജ്യത്തിന്റെ ബഡ്ജറ്റ് ഇപ്പൊ റീസെന്റ് ആണ് നമ്മളുടെ ബഡ്ജറ്റ് ഒക്കെ അല്ലെ അവതരണം ഉണ്ടായത്, ബഡ്ജറ്റ് പ്രസന്റേഷൻ വന്നത്. അതില് ഈ പറഞ്ഞ ഫസ്റ്റ് ഏതൊരു രാജ്യത്തിന്റെയും ബഡ്ജറ്റിന്റെ ഒരു പൊതുവെ കൊടുക്കുന്നത് നമ്മളുടെ ഡിഫൻസിന് വേണ്ടിയിട്ടായിരിക്കും. ഈ പറഞ്ഞ ആർമി, അങ്ങനെയുള്ള നേവി, അങ്ങനെയുള്ള ഡിഫൻസിന്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഫണ്ട് ബഡ്ജറ്റിൽ അനുവദിക്കുന്നത് ഈ പറഞ്ഞ ലോജിസ്റ്റിക് ഫീൽഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ ലോജിസ്റ്റിക് സെക്ടറിലായിരിക്കും. കാരണം ഒരു രാജ്യത്തിന്റെ, ഞാൻ നേരത്തെയും പറഞ്ഞു, എക്സ്പോർട്ട് ഇമ്പോർട്ട്, അപ്പൊ കൂടുതൽ പോർട്ടുകൾ വരാൻ വേണ്ടിയിട്ട്, കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, സോ അതനുസരിച്ചിട്ടുള്ള, പിന്നെ അതേപോലെ തന്നെ മാനുഫാക്ചറിങ് കമ്പനീസ്, ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഈ പറഞ്ഞ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ പൈസ കൂടുതലും ഇതിലേക്ക് അനുവദിക്കുന്നത്. അതെന്തുകൊണ്ടിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ തന്നെ ബേസ് ചെയ്തേക്കുന്ന ഈ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ഇതിലാണ്. നമ്മൾ ഈവൻ കോവിഡിന്റെ ടൈമിലൊക്കെ കണ്ടായിരുന്നു, ബാക്കി എല്ലാ ഫീൽഡും ഈ ഫ്രീസായി നിന്ന സമയത്ത് ഈ പറഞ്ഞ നമ്മൾക്ക് മാസ്ക് വന്നതും അല്ലെങ്കിൽ മെഡിസിൻസ് വന്നതും ഫുഡ് വരുന്നതും പല രാജ്യങ്ങളിൽ നിന്ന് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വന്നിച്ചു. ഇവ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റു പല രാജ്യങ്ങളിലേക്ക് മാസ്ക്, ഫുഡ്, അങ്ങനെ പല സാധനങ്ങളും. സോ ബാക്കി എല്ലാ ഫീൽഡും, ഈ പറഞ്ഞ എല്ലാ ഫീൽഡും ഡൗൺ ആയപ്പോഴും ആകെ സസ്റ്റെയിൻ ചെയ്തത്, ഈവൻ നമ്മൾ പോലും സസ്റ്റെയിൻ ചെയ്തത് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് കൊണ്ടിട്ട് മാത്രമാണ് ശരിക്കും. സോ ഏതൊരു ഫീൽഡ് ഫ്രീസ് ആയാലും ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഒരിക്കലും ഡൗൺ ആവത്തില്ല. അതിന്റെ മെയിൻ ഫാക്ടർ ഈ പറഞ്ഞ ഓരോ രാജ്യത്തിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും കൂടി, പിന്നെ അതേപോലെ ഡെയിലി നമ്മൾ ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അജിയോ, അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഇ കൊമേഴ്സ് കമ്പനികൾ അല്ലെ, ഒത്തിരി ഇ കൊമേഴ്സ് കമ്പനികൾ ഡെയിലി ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതാണ് മെയിൻ ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഇത് പഠിച്ചാലുള്ള വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. വേറെ ഒരു ഫീൽഡിലും, ഐ മീൻ ഈ നമ്മളുടെ ലോകത്തുള്ള ഒരു ഫീൽഡിലും ഇത്രയും ജോലി സാധ്യതകളില്ല. കാരണം നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്താൽ, IT സെക്ടർ എടുത്താലും അവിടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി വേണം. ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ, അവിടെ ഈ പറഞ്ഞ ഇമ്പോർട്ടഡ് മെഷീൻസ് ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ടീം മസ്റ്റ് ആയിട്ടും വേണം. ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വേണ്ടി വരുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, ഇതെല്ലാത്തിനും ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് ടീം തന്നെ വേണം. ഓക്കെ, സോ അതാണ് അതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് തന്നെ. സോ നമുക്ക് മനസ്സിലാവും. അപ്പോ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്താണ്, എന്തുകൊണ്ടിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഇത് ലോജിസ്റ്റിക്സിന്റെ പ്രാധാന്യം നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എന്തുകൊണ്ടിട്ടാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് പഠിച്ചിറങ്ങുന്നവർ ആരും ഇതുവരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, അതേപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിലവർ ചിന്തിക്കുക ഇതിപ്പോ ഡെലിവറി ബോയ്സ് ആയിട്ടാണോ ജോലി. കുറെ പേര് അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് പഠിച്ച ഈ ഡെലിവറി ബോയ്സ് ആയിട്ടാണോ ജോലി കിട്ടുക അല്ലെങ്കിൽ കൊറിയർ ബോയ്. അതങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആസ്പെക്ട് അല്ല, ഇത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള കാരണം ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡ്, മനസ്സിലായോ? അതാണ് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ്, അല്ലാതെ ഡെലിവറിയോ കൊറിയറോ അങ്ങനെ ഒന്നുമല്ല. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഫീൽഡിൽ, അതും മാത്രമല്ല ഇത്രയും ജോലി സാധ്യതയുള്ള വേറൊരു ഫീൽഡേ നമുക്ക് ഉണ്ടാവത്തില്ല. ഇതിന്റെ ഫ്യൂച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ ഭാവി സാധ്യതകൾ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഇപ്പൊ നെക്സ്റ്റ് ഒരു 10 to 15, ചിലപ്പോൾ ഇപ്പൊ ഭയങ്കര സാധ്യതകളായിരിക്കാം, ഭാവിയിൽ ഇത് എന്തുമാത്രം സാധ്യതകൾ ഉണ്ടാവും. ഇപ്പോ നമ്മളിപ്പോ റീസെന്റ് ആണ് കണ്ടത് അല്ലെ, വിഴിഞ്ഞം പോർട്ട് വരുന്നു, ട്രിവാൻഡ്രത്ത് വരുന്ന വിഴിഞ്ഞം പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡെപ്ത് ഉള്ള പോർട്ടാണ്. ഡെപ്ത് മീൻസ് ഡ്രാഫ്റ്റ് ഉള്ള പോർട്ടാണ്. അതായത് മദർഷിപ്സ്, വലിയ വലിയ കപ്പലുകൾ അടുക്കാൻ പറ്റുന്നത്. കാരണം ഇത്രയും നാൾ അത് വലിയ വലിയ മദർഷിപ്സ്, അപ്പൊ കൊളംബോ എന്ന് പറഞ്ഞൊരു പോർട്ട്, ശ്രീലങ്കയിലെ കൊളംബോ എന്ന് പറഞ്ഞ പോർട്ടിലാണ് വന്നേച്ചത്. സോ ആ പ്രോഫിറ്റ് ഒക്കെ കൊളംബോ ശ്രീലങ്കക്കാണ് പൊക്കോണ്ടിരുന്നത്. ബട്ട് ഈ ഒരു വിഴിഞ്ഞം പോർട്ട് വന്നതോടുകൂടി വലിയ വലിയ മദർഷിപ്സ് ഒക്കെ നമ്മളൊരു ഹബ്ബായിട്ട് മാറും, ഈ പറഞ്ഞ വിഴിഞ്ഞം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ. സോ അതനുസരിച്ചിട്ട് അവിടെ ഷിപ്പിംഗ് കമ്പനീസ് ഒത്തിരി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ പുതിയ പുതിയ വേറെ പോർട്സ്,
പിന്നെ അതിന് വിഴിഞ്ഞത്തേക്കുള്ള റെയിൽ പാതകൾ, റെയിൽ കണക്ഷൻസ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ പുതിയ ഇവിടെ നിന്ന് കൊച്ചിയിലുള്ള ഒത്തിരി ഷിപ്പിംഗ് കമ്പനീസിന്റെ ബ്രാഞ്ച് ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ബാക്കിയെല്ലാം ഓൺ പ്രോസസ്സിംഗിലാണ്. സോ ഇതൊക്കെയാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇപ്പൊ ഈവൻ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒത്തിരി പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റീൽ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, ഇപ്പൊ ചകിരി, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ വെജിറ്റബിൾസ്, ചില രാജ്യങ്ങളിലേക്ക് കാറ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ആപ്പിള് പോലുള്ള കമ്പനീസ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ ഇപ്പൊ ലേബർ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയേക്കണ കൊണ്ടിട്ട് ഒരു കമ്പനീസിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒത്തിരി MNCs ഇപ്പൊ ഇന്ത്യയിലേക്ക് പതിയെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി, ഐ മീൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ആപ്പിൾ പോലത്തെ കമ്പനീസ് അല്ലെങ്കിൽ ബാക്കി എല്ലാ MNCs ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ ഒരു ഐഫോൺ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളും ഇതെല്ലാം ബാക്കി പുറം രാജ്യങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും വരുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും അതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മളുടെ രാജ്യത്തേക്ക് എത്തണം. അതിന് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഈ പറഞ്ഞ അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഡെഫിനറ്റ് ആയിട്ടും മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ മാത്രമേ അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ഈ ഫൈനൽ പ്രൊഡക്റ്റും എന്ത് ചെയ്യും? ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ആപ്പിളിന്റെ കാര്യം മാത്രമേ പറഞ്ഞു. അതേപോലെ 100 കണക്കിന് MNC ആണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ പല കാര്യങ്ങളും നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഭാവിയിൽ കാരണം നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ MNCസിന്റെ കാര്യം, ഐ മീൻ ഓരോ കമ്പനീസിന്റെ കാര്യം, അതേപോലെ തന്നെ ഇപ്പൊ സർവീസസ്, ഐ ടി സെക്ടേഴ്സ് ഇപ്പോ ഇന്ത്യയിൽ തന്നെ നമ്മൾ പുതിയതായിട്ടുള്ള കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് ഇതൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മളുടെ ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കണോ എന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി കൂടിയേ തീരത്തുള്ളൂ. സോ ഒരിക്കലും ഡൗൺ ആവാത്തൊരു ഫീൽഡാണ് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ്. ഈവൻ ഏതെങ്കിലും ഒരു രാജ്യത്ത് യുദ്ധം വന്ന്, അല്ലെ, ഐ മീൻ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ആ ഒരു രാജ്യത്തേക്ക് ഫുഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പോണത് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ത്രൂ ആണ്. ഇപ്പൊ ഏറ്റവും അടുത്തുണ്ടായ സംഭവം ശ്രീലങ്കയിൽ ഈ പറഞ്ഞ പോലെ എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവിടെ ഫുഡും ഇതൊക്കെ ആൾക്കാർക്ക് വാങ്ങിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. മറ്റു പല രാജ്യങ്ങളുമാണ് ഈ പറഞ്ഞ സഹായങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതായത് കപ്പലിലും അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ ഫുഡ്, ഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്തിരുന്നത് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി. സോ ഏതൊരു സിറ്റുവേഷൻ വന്നാലും ലോജിസ്റ്റിക്സിന് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ആയിരിക്കും. ബാക്കി വേറെ ഒരു ഇതുപോലെയല്ല. ഇപ്പൊ മേ ബി ഒരു ബാങ്കിങ് ഫീൽഡ്, ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പൊ ശ്രീലങ്കയിൽ ഈ പറഞ്ഞ എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോ അവർക്ക് അത്യാവശ്യം അവർക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തേണ്ട കാര്യം വരുന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റാലിറ്റി വേണ്ട, അവർക്ക് അവിടെ നിലനിൽക്കാനുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ മറ്റു രാജ്യങ്ങൾ സഹായിക്കുന്നത് ഈ പറഞ്ഞ ഫുഡ് അല്ലെങ്കിൽ ഡ്രസ്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി അമ്യൂണിറ്റീസ്, ഇതൊക്കെയാണ്. സോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് കൊണ്ട് മാത്രമാണ്. സോ ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ എന്താണോ ഇതിന്റെ ഒരു ഇപ്പൊ എന്താണ് ഇതിന്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഈ ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിന്റെ അതിന്റെ ഒരു 100 ഇരട്ടി ആയിരിക്കും ഇത് ഭാവിയിൽ. ഇതിപ്പോ ഞാൻ പറഞ്ഞത് നമ്മളുടെ കേരളത്തിലെ പോർട്ടാണ്. ഇതേപോലെ മുംബൈയിലും ഇന്ത്യയിലും പല സ്റ്റേറ്റ്സിലും പോർട്ടുകൾ പുതിയത് വന്നുകൊണ്ടിരിക്കും. ഐ മീൻ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. ലോകത്ത് പല സ്ഥലത്തും ഇതേപോലെ പല പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പോർട്ട് വരുന്നതും പിന്നെ ബാക്കി കണക്ടിവിറ്റീസ്, എയർപോർട്ട്സ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോഴത്തേനേക്കാളും ഒരു 100 അല്ലെങ്കിൽ ഒരു ഡബിൾ ട്രിപ്പിൾ ആ ഒരു മതിപ്പിൽ നമുക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പൊ ബാക്കി ഒരു ഫീൽഡ്, ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ ഇപ്പൊ ബാങ്കിങ് സെക്ടർ എപ്പോഴും വേണമെങ്കിലും ഡൗൺ ആവുന്ന ഒരു ഫീൽഡാണ്, അല്ലെ? ബട്ട് ഈ പറഞ്ഞൊരു ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഒരിക്കലും ഡൗൺ ആവാത്തതാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, സോ ഡെഫിനറ്റ് ആയിട്ട് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ആക്ടിവിറ്റി എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലിപ്പോ ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഷിപ്പിംഗ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വന്നു. ഇപ്പോ 10th കഴിഞ്ഞവരായാലും ശരി,
+2 കഴിഞ്ഞവരായാലും ശരി, ഡിഗ്രി കഴിഞ്ഞവരായാലും, ഇപ്പൊ മേ ബി ഒരാള് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമായിരിക്കും. അപ്പൊ ആ പുള്ളിക്ക് നമുക്ക് ഐ മീൻ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലേക്ക് വരണം. നമുക്കപ്പോ എന്തൊക്കെ ജോലി അല്ലെങ്കിൽ ഏതൊക്കെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ജോലി സാധ്യതകൾ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജോലി സാധ്യതകൾ വളരെ വലുതാണ്. അത് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ മാത്രമല്ല, ഓൾ ഓവർ ദി വേൾഡ്, ഐ മീൻ അക്രോസ് ദി വേൾഡ് ആണ് ഇതിന്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഷിപ്പിംഗ് ലൈൻസ്, അതായത് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഈ ഷിപ്പിംഗ് ലൈൻസ് ആണ്. ഷിപ്പിംഗ് ലൈൻസ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടാവും, മേഴ്സ്ക്, എവർഗ്രീൻ, CMA CGM. അതായത് ഈ ഷിപ്പിംഗ് ലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഷിപ്പും ഈ കണ്ടെയ്നേഴ്സും ഉള്ളവരെയാണ് ഷിപ്പിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വളരെയധികം ജോലി സാധ്യതകളുണ്ട്. ഇതെല്ലാം നോർമലി ഷിപ്പിംഗ് ലൈൻസ് എല്ലാം MNCs ആണ്. അതും ഐ മീൻ കൊച്ചിയിലും ഇന്ത്യയിലും അതേപോലെ അബ്രോഡ്, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലായിരിക്കും കൂടുതൽ ജോലി സാധ്യതകളുള്ളത്. മിഡിൽ ഈസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ GCC കൺട്രീസ്, അതായത് UAE, കുവൈറ്റ്, സൗദി, ഒമാൻ, ഖത്തർ, ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ പ്രൊഡക്ഷൻ ആണ്. അതായത് അവർ പ്രൊഡക്ഷൻ നടത്തുന്നത് ആകെ മിൽക്ക് മാത്രമാണ്. അതായത് ഈ പറഞ്ഞ കാറ്റിൽസിനെയൊക്കെ വെച്ചിട്ട് മിൽക്ക് മാത്രമാണ് അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ബാക്കി 99% പ്രൊഡക്ട്സ് അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുവാണ്. സോ അവിടെ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ഷിപ്പിംഗ് കമ്പനീസ് ആണ് ഈ GCC കൺട്രീസിലുള്ള. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വർക്ക് ചെയ്ത് പോലെ GCC കൺട്രീസിലാണ്. സോ ബാക്കി ഏതൊരു രാജ്യത്തിനേക്കാളും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നത് GCC കൺട്രീസ് ആണ്. ബാക്കി എവിടെ ഇല്ല എന്നല്ല, ബട്ട് കുറച്ച് കൂടുതലുള്ളത് GCC കൺട്രീസിൽ തന്നെയാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഷിപ്പിംഗ് ലൈൻസ്. പിന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനീസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, DHL, FedEx, Aramax, ഇതൊക്കെ ഏറ്റവും ടോപ്പ് കമ്പനീസ്. അതേപോലെ ലക്ഷക്കണക്കിന് കമ്പനീസ് നമ്മളുടെ ഈ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എബ്രോഡ്. ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇവർക്ക് ഷിപ്പും കണ്ടെയ്നേഴ്സ് ഒന്നുമില്ല. അവർ ജസ്റ്റ് ഒരു ഏജന്റ് പോലെ വർക്ക് ചെയ്യുവാണ്. അതായത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു ഷിപ്പർ, അതായത് അഴക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് അഴക്കുന്ന ആളെയാണ് ഷിപ്പർ എന്ന് പറയുന്നത്. അത് റിസീവ് ചെയ്യുന്ന ആളെ കൺസൈൻ എന്നാണ് പറയുന്നത്. സോ ഈ അഴക്കേണ്ട ആൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് ഷിപ്പ് ചാർട്ടർ ചെയ്ത് കൊടുക്കുക, കണ്ടെയ്നർ ബുക്ക് ചെയ്ത് കൊടുക്കുക, ക്ലിയറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഈ പ്രൊഡക്റ്റ് ആ ഒരു റിസീവറിന്റെ അടുത്ത് അല്ലെങ്കിൽ കൺസൈനറുടെ അടുത്തേക്ക് എത്തിക്കുന്ന ആ ഒരു എൻറ്റയർ ജോബ് ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനീനെയാണ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനീസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ എയർലൈൻ കമ്പനീസിലെ കാർഗോ സെഷൻസ്. ഓക്കെ, പിന്നെ അതേപോലെ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ്, ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ് ഉണ്ട് അല്ലെ, നമ്മൾ ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ് കാണാറുണ്ട്. പിന്നെ അതേപോലെ സീ പോർട്സ്, ഇപ്പൊ ഈ ദുബായ് പോർട്ട് അല്ലെങ്കിൽ കൊച്ചിൻ പോർട്ട്, ഇപ്പൊ വരുന്ന വിഴിഞ്ഞം പോർട്ട്, ഇവിടെയൊക്കെ ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. അതേപോലെ എയർപോർട്ട്സിലെ ഈ കാർഗോ ഹാൻഡ്ലിംഗ് സെഷൻസ്, അവിടെയൊക്കെ ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ കണ്ടെയ്നർ യാർഡ്സ്. ഓക്കെ, കണ്ടെയ്നർ യാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെയ്നേഴ്സ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലത്തിനാണ് കണ്ടെയ്നർ യാർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഈ ഷിപ്പിങ്ങിൽ കുറെ കസ്റ്റംസിന്റെ ഡോക്യുമെന്റേഷൻ പ്രോസസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് കസ്റ്റംസ് ക്ലിയറിംഗ് കമ്പനീസ് ഉണ്ട്. സോ അവിടെ ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. പിന്നെ അതിലുപരി നമ്മൾ ഇന്നും കേൾക്കുന്ന കൊമേഴ്സ് കമ്പനി, ആമസോൺ, ഫ്ലിപ്കാർട്ട്, eBay, അവിടെയുള്ള വെയർ ഹൗസ്, അങ്ങനെയുള്ള ഒത്തിരി, ഇതൊക്കെയാണ് നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി. ഇതിപ്പോ ഞാൻ ജസ്റ്റ് വിരലിൽ എണ്ണാവുന്ന കുറച്ച് മാത്രം, പെട്ടെന്ന് മനസ്സിലാവുന്ന കുറച്ച് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ഇതിനേക്കാളും ഓരോ ഇതിലും നമുക്ക് സത്യം ഉണ്ടെങ്കിൽ 10,000-കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ചിലർക്കെങ്കിലും സംശയം, അപ്പൊ എന്തൊക്കെ ഒരു പൊസിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ആസ് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നല്ല. ഇപ്പൊ ഞാനൊരു ഫ്രഷർ എന്നുള്ള ഒരു ആസ്പെക്ടിൽ പറയുവാണെങ്കിൽ ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ്, അതായത് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി എല്ലാം മാനേജ് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. പിന്നെ അതേപോലെ സപ്ലൈ ചെയിൻ അനാലിസിസ്റ്റ്, അത് പ്രോപ്പറായിട്ട് ഏറ്റവും എക്കണോമിക്, അതായത് ഏറ്റവും ചീപ്പസ്റ്റ് വേയിൽ പെട്ടെന്ന് ഒരു സാധനം എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ. സോ അത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന സപ്ലൈ ചെയിൻ അനാലിസിസ്റ്റ് ആയിരിക്കും. പിന്നെ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, അതായത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത പ്ലാൻ അത് ഓപ്പറേറ്റ് ചെയ്യുക, അതായത് എൻറ്റയർ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. പിന്നെ അതേപോലെ ഈ ലോജിസ്റ്റിക്സിന് സപ്ലൈ ചെയിനിൽ ഒത്തിരി ഡോക്യുമെന്റ് പ്രോസസ്സ് വരുന്നുണ്ട്. സോ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കൊമേഴ്സ് കമ്പനിയിലെ വെയർ ഹൗസുകൾ, അവിടെ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട്
വെയർ ഹൗസ് എക്സിക്യൂട്ടീവ്സ്, പിന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. ഇത് ജസ്റ്റ് നമ്മളുടെ ഒരു ഫ്രഷേഴ്സിന്, അതായത് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വേറൊരു ഫീൽഡിൽ നിന്ന് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കിട്ടാനുള്ള കുറച്ച് കുറച്ച് ഡെസിഗ്നേഷൻ ആണ് ഈ പറഞ്ഞത്. ബട്ട് ത്രൂ ഔട്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു 1 year 2 year ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിൽ പെർഫോം ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അവിടെ ഒരു പ്രൊമോഷൻ ഉണ്ടാവും. സോ ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ് ലോജിസ്റ്റിക്സ് മാനേജർ ആവാം, സപ്ലൈ ചെയിൻ അനാലിസിസ് സപ്ലൈ ചെയിൻ മാനേജേഴ്സ് ആവാം, ഓപ്പറേഷൻസ് മാനേജേഴ്സ് ആവാം, ഡോക്യുമെന്റേഷൻസ് മാനേജേഴ്സ് ആവാം, വെയർ ഹൗസ് സൂപ്പർവൈസർ ആവാം, വെയർ ഹൗസ് ഇൻചാർജ് ആവാം, വെയർ ഹൗസ് മാനേജേഴ്സ് ആവാം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ആവാം. സോ ഇതൊക്കെ നമ്മളുടെ ത്രൂ ഔട്ട് ഇത്ര ഇയർ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും കൂടെ സാറ്റിസ്ഫൈഡ് ആയാലും നമുക്ക് കിട്ടുന്ന പ്രൊമോഷനും കാര്യങ്ങളും ഞാൻ ഇപ്പൊ പറഞ്ഞു. ബട്ട് ആസ് എ ഫ്രഷർ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇനീഷ്യലി നമുക്ക് കിട്ടുന്ന ഒരു ജോബാണ്. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡോ സാലറിയിൽ നമുക്ക് ഇപ്പൊ കേരളത്തിൽ എടുക്കുവാണെങ്കിൽ ആസ് എ ഫ്രഷർ എന്നുള്ള രീതിയിൽ ഒരു 20,000 ഒക്കെ തന്നെ ഉണ്ട് ഇതില് സാലറി. ഈ പറഞ്ഞൊരു പോസ്റ്റ് എനിക്ക് തോന്നുന്നു 18 to 20, പിന്നെ ബേസ്ഡ് ഓൺ കമ്പനീസും 25 വരെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരിക്കലും വളരെ ചീപ്പ് സാലറിയിൽ വർക്ക് ചെയ്യേണ്ടി വരത്തില്ല നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഫീൽഡിലാണെങ്കിൽ. ഇപ്പൊ ബാക്കി അല്ലാത്ത കുറച്ച് ഫീൽഡിലാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ ഫ്രഷർ ആണ്, ഒരു 10,000 എനിക്ക് തോന്നുന്നു 10,000 12,000 അതുവരെ നിൽക്കും തോന്നുന്നുണ്ട്. ബട്ട് ഈ ഒരു ഫീൽഡിൽ നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് വേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സാലറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു 18 to 20 മിനിമം ആണ്. പിന്നെ ബേസ്ഡ് ഓൺ കമ്പനീസ്, ചില MNC ഒക്കെ ആണെങ്കിൽ അപ് ടു 25 വരെ കൊടുക്കാറുണ്ട്. ഈവൺ ആഫ്റ്റർ 6 months നമ്മുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഡെഫിനറ്റ് ആയിട്ടും അതനുസരിച്ചിട്ട് കൊടുക്കാറുണ്ട്. സോ അതെന്തുകൊണ്ടിട്ടായിരിക്കും ഈ ഒരു ഫീൽഡിൽ മാത്രം ഇങ്ങനത്തെ ഇത് തന്നെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഈ ഹയറിംഗ് പ്രോസസ്സ്, ഒരു കമ്പനിയുടെ ഹയറിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര, അതായത് ഒരു കമ്പനി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആപ്പിൾ എന്ന് പറഞ്ഞൊരു കമ്പനി, ആപ്പിൾ എന്നൊരു കമ്പനി അതിലെ സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ പല സ്റ്റേജസ് ഉണ്ട്. കാരണം അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള എങ്ങനത്തെ കാൻഡിഡേറ്റ് കുറെ ലക്ഷക്കണക്കിന് ക്യാഷ് ആണ് അതിൽ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത് ഭയങ്കര ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ ഈ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കും ഈ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആകെ ഒരു 20% മാത്രം ആൾക്കാരായിരുന്നു. ഓക്കെ, ബാക്കി 80% ബാക്കിയുള്ള ജോലി എന്നൊക്കെ വന്ന് ഇതിനെപ്പറ്റി വലിയ നോളേജ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു ബാക്കി 80%. ഓക്കെ, ആകെ 20% മാത്രം ഈ ലോജിസ്റ്റിക്സ് എന്താണ് അല്ലെങ്കിൽ ഷിപ്പിംഗ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചത്. സോ ഇത് കൊണ്ടിട്ടാണ് ഈ ഒരു കോഴ്സ് ഇത്രയും പോപ്പുലർ ആവാനായിട്ടുള്ള കാരണം. മനസ്സിലായോ? ഏതൊരു കമ്പനിയും നമുക്ക് ആ ഒരു ഇപ്പൊ ആ ഒരു കമ്പനി എന്താണോ ആ കമ്പനീനെ പറ്റി ആ ഒരു കമ്പനി ഏത് ഫീൽഡാണോ ആ ഫീൽഡിനെ പറ്റി അറിവുള്ളവർ മാത്രമേ അവർ ഹയർ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ ഞാനൊരു ഡ്രൈവറിനെ വെക്കുവാണെങ്കിൽ വെറുതെ ഒരാളെ, ഒരു സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ ഡ്രൈവിംഗ് പഠിച്ച് എന്റെ ഡ്രൈവർ ആക്കണേക്കാളും ബെറ്റർ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളല്ലേ. സോ അതേപോലെ തന്നെയാണ് കമ്പനീസ്, എല്ലാ ടോപ്പ് കമ്പനീസും അങ്ങനെ തന്നെ. അവർക്ക് ആർക്കും ടൈം ഇല്ല കളയാനായിട്ട്. സോ ഏറ്റവും എക്സ്പേർട്ട് അല്ലെങ്കിൽ നോളജബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രം ഹയർ ചെയ്യുക. സോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഒരു 10-15 years ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു 10 years ആയിട്ട് നമ്മൾ ഭയങ്കര ഹൈപ്പായിട്ട് പോപ്പുലർ ആയിട്ട് കേൾക്കുന്ന കുറെ കോഴ്സുകളാണ് ഈ പറഞ്ഞത്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസ് മാനേജ്മെന്റ്, പിന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ്, ഇങ്ങനെയുള്ള ഒത്തിരി കോഴ്സുകൾ വരുന്നത് അല്ലെ. അത് ഈ ഒരു റീസൺ കൊണ്ടിട്ടാണ്. കാരണം എല്ലാ കമ്പനിക്കും വേണ്ടത് ഈ പറഞ്ഞ നോളേജ് ഉള്ള, അതായത് ഇതിനെപ്പറ്റി നോളേജ് ഉള്ള കാൻഡിഡേറ്റ്സിനെ തന്നെയാണ്. സോ അതുകൊണ്ടിട്ട് മാത്രമാണ് ഇത്രയും കോഴ്സിന് ഇത്രയും പോപ്പുലാരിറ്റി, ഇത്രയും സ്റ്റുഡൻസും ഇതും വരുന്നത്. പിന്നെ ഈ ജോലി ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ എല്ലാരും ഈ കോഴ്സ് എടുത്ത് പഠിച്ചു, ഇപ്പൊ ഒത്തിരി കമ്പനീസ് പ്ലേസ്മെന്റ് സപ്പോർട്ട് തരുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ ഓൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ബട്ട് സർട്ടിഫിക്കറ്റ് ആക്ച്വലി ഒരു 50% ആണ് നമ്മൾക്ക് ഒരു ഉപകാരമുള്ളൂ. ബാക്കി നമ്മളുടെ ഇപ്പൊ ഒരു ത്രൂ ഔട്ട് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓർ ഹൗ വി പ്രസന്റ് അല്ലെ, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു അറ്റയർ, നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജ്, അതായത് നമ്മളുടെ ഒരു കേപ്പബിലിറ്റി, ഇതൊക്കെയാണ് ബാക്കി 50%. ഡെഫിനറ്റ് ആയിട്ടും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ വാല്യൂ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മളുടെ പെർഫോമൻസ്, ഹൗ വി പെർഫോം, അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ജോലി കിട്ടുന്നത്. അതുകൂടാതെ ഇപ്പോ ചിലവര്
ചിലവര് ഈ പെട്ടെന്ന് ജോലിക്ക് കയറി ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ജോലി ഷിഫ്റ്റ് ചെയ്യുക, പറ്റുന്നില്ല, ടഫാണെന്നൊക്കെ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ എപ്പോഴും ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുക, നമുക്ക് എല്ലാം സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവത്തുള്ളൂ. സോ ഒരു മിനിമം ഒരു 2 years നമ്മൾ അത്യാവശ്യം ആ കമ്പനിയിൽ നമുക്ക് എന്ത് നേടി, എന്ത് പഠിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇപ്പൊ ഒരു 6 മാസം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം, എനിക്ക് 6 മാസം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, മടുത്തൊന്നും പറഞ്ഞ് ഞാൻ മറ്റൊരു കമ്പനിയിലേക്ക് പോയാലും ഞാൻ അവിടെ ഫ്രഷർ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 1 to 2 years വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞൊരു പ്രൊമോഷനും സാലറി ഹൈക്കും കാര്യങ്ങൾ ഈവൻ നമ്മൾ തന്നെ ഒന്ന് കേപ്പബിൾ ആവുള്ളൂ. അതായത് നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തതിനൊരു ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതാണ്. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ ഒത്തിരി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസ് മാനേജ്മെന്റ്. സോ അതേപോലെ തന്നെ നമ്മളുടെ സൈബേസിസ് റിസർച്ച് സെന്ററിൽ നമ്മൾ ഒത്തിരി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മെയിൻ ആയിട്ട് ഡിപ്ലോമ കോഴ്സ്, ഓൾമോസ്റ്റ് 6 months ഡ്യൂറേഷൻ ഉള്ള ഒരു ഡിപ്ലോമ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ വരുന്നത് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നാണ്. അതിൽ വരുന്ന ടോപ്പിക്സ് 5 മൊഡ്യൂളാണ് വരുന്നത്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, എൻറ്റയർ ലോജിസ്റ്റിക് പ്രോസസ് എന്താണ് വളരെ ഡീപ്പായിട്ട് വിത്ത് പ്രാക്ടിക്കൽ സ്കിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്നതാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, എൻറ്റയർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതായത് ആ ഒരു റോ മെറ്റീരിയൽസിന്റെ കളക്ഷൻ തൊട്ടിട്ട് എൻറ്റയർ ആ ഒരു പ്രൊഡക്ഷൻ നടന്ന് കസ്റ്റമറിലേക്ക് എത്തുന്നവരെയുള്ള ഡീപ് പ്രോസസ്സ് വളരെ ഇൻഡെപ്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്, ഒരു ടോപ്പിക്കാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. പിന്നെ വരുന്നത് വെയർ ഹൗസ് മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പ്രൊഡക്റ്റ് നശിയാതെ അല്ലെങ്കിൽ ചീത്താവാതെ നമ്മൾ എടുക്കുന്ന ഒരു ഇതാണ്, ഒരു സ്ഥലത്തെയാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് കേൾക്കുമ്പോൾ ചിലവർക്ക് അറിയാൻ പറ്റും, ഇൻവെന്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഫിനിഷ്ഡ് പ്രൊഡക്ട്സും സ്റ്റോക്കാണ്, ഈ റോ മെറ്റീരിയൽസും സ്റ്റോക്കാണ്. അതായത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും അതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിനെ നമ്മൾ സ്റ്റോക്സ് എന്ന് പറയും. ഓക്കെ, സോ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക. സോ ഇതൊക്കെ ഒരു വലിയൊരു ആസ്പെക്ട് ആണ്. സോ ആ ഒരു ടോപ്പിക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. ഓക്കെ, പ്രൊഡക്ഷൻ, എൻറ്റയർ പ്രൊഡക്ഷൻ, അതായത് ഇപ്പൊ നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയുക, ഒരു അച്ചാർ കമ്പനിയിലെ എന്തൊക്കെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്, അതേപോലെ തന്നെ ഒരു MNCയിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്, ആ ഒരു എൻറ്റയർ പ്രോസസ് ഇൻ ഡെപ്തിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഇതാണ് ഈ 5 മൊഡ്യൂൾസ് വരുന്നതാണ് നമ്മളുടെ ഡിപ്ലോമ കോഴ്സ്. ഏകദേശം ഡ്യൂറേഷൻ ഒരു 6 months ആണ്. ഓക്കെ, ഇതൊരു കോഴ്സ്. പിന്നെ അത് കൂടാതെ നമുക്കൊരു PG ഡിപ്ലോമ കോഴ്സ് വരുന്നുണ്ട്, അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്. ഓക്കെ, ഇത് 2 സെമസ്റ്റർ ആയിട്ടാണ്, ഓൾമോസ്റ്റ് 1 year ആണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ, അതായത് ആ ഡിപ്ലോമ കോഴ്സിൽ വരുന്ന 5 മൊഡ്യൂള്. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലാണ് കുറച്ചും കൂടെ ഭയങ്കര, നമുക്ക് ഇപ്പൊ ഈ ഡിപ്ലോമ കോഴ്സ് പഠിച്ചാൽ വളരെയധികം ജോലി സാധ്യതകൾ, എന്നാൽ പോലും ഈ ഒരു ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എബ്രോഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ടോപ്പ് MNCയിലൊക്കെ ജോലി കിട്ടാനായിട്ട് സാധ്യതകൾ വളരെ കൂടുതലാണ്. അതാണ് കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ 99% ഈ ഷിപ്പിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് ബൈ സീ ആണ് അല്ലെങ്കിൽ ബൈ എയർ ആണ്. സോ അതിന്റെ എൻറ്റയർ ആയിട്ടുള്ള വളരെ ഡെപ്ത് ആയിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് ഷിപ്പിംഗ് മാനേജ്മെന്റ്. സോ അതിന്റെ ഷിപ്പിംഗ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, അതിൽ എന്റെ പ്രോസസ്സ് എന്താണ് നടക്കുന്നത്, പിന്നെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ, പല ടൈപ്പിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് ഏതാണ്, പിന്നെ ഷിപ്പിംഗ് ഡോക്യുമെന്റേഷൻ, അതായത് ഈ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഒത്തിരി ഫോർമാലിറ്റീസ്, ഒത്തിരി ഡോക്യുമെന്റേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഡോക്യുമെന്റ്സ് ഏതാണ്, ആ ഡോക്യുമെന്റേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഷിപ്പിംഗ് ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് പല രാജ്യങ്ങൾ തമ്മിലുള്ള കുറെ ബിസിനസ് കൺവെൻഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോ ഇന്ത്യയും ചൈനയും തമ്മിൽ ഉള്ള ബിസിനസ് ഇത്, അതേപോലെ സീ റൂട്ട്സ്, പല പണ്ട് നമ്മള് ഈ എന്താ പറയാ, ഈ ചൈനയായിട്ടുള്ള അല്ലെ സിൽക്ക് റൂട്ട് എന്നൊക്കെ പറയത്തില്ലേ, പണ്ട് പല ഈ ഫോറിനേഴ്സ്, ഈ ഡച്ചും ബ്രിട്ടീഷൊക്കെ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് കുറെ സ്പൈസസ് ഒക്കെ കൊണ്ട്, അപ്പൊ അന്ന് തൊട്ടേയുള്ള കുറെ സീ റൂട്ട്സ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സൂയിസ് കനാല്, അങ്ങനെയുള്ള കുറെ
ആർട്ടിഫിഷ്യൽ കനാൽസിനെയൊക്കെ പറ്റി, സോ അങ്ങനെയുള്ള കുറെ സീ റൂട്ടിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് ആ ഷിപ്പിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ എക്സിം ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ്. അപ്പൊ അതിന്റെ ഫോർമാലിറ്റീസ് എന്താണ്, അതിന്റെ ഏതൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ ട്രേഡ് നമുക്ക് നടത്താൻ പറ്റും, ഒരു രാജ്യത്ത് നിന്ന് അഴക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഡേഞ്ചറസ് ഗുഡ്സ് എന്നൊക്കെ ഉണ്ട്. അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അഴക്കാൻ പറ്റുന്ന കുറെ ഗുഡ്സ് ഉണ്ട്, അഴക്കാൻ പാടില്ലാത്ത കുറെ ഗുഡ്സ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നതാണ് ആ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡിൽ വരുന്നത്. സോ എൻ്റെ ഒരു പ്രിഫറൻസ് വെച്ചിട്ട് നമ്മള് ഈ എപ്പോഴും ഡിപ്ലോമ കോഴ്സിനേക്കാളും കൂടുതൽ ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കണം. കാരണം അറിവ് ഒരു ചെറിയ അറിവും വെറുതെ അല്ല. സോ നമ്മള് ഒരു 5 months കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജോലി സാധ്യതകൾ ഉണ്ട്. കാരണം ഈ ഷിപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. സോ ഇതാണ് നമ്മളിപ്പോ കറന്റ് മെയിൻ ആയിട്ട് ഇപ്പൊ സൈബേഴ്സിസ് റിസർച്ച് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന 2 കോഴ്സുകൾ. ഓക്കെ, സോ ഇത് ഓൾമോസ്റ്റ് ഒരു 13 വർഷമായിട്ട് ലൈവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. സോ നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. പിന്നെ സോ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സ്, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ ചിന്തിക്കുക. കാരണം നമ്മളിപ്പോ ഏത് കോഴ്സ് എടുത്താലും അത് വെറുതെ പഠിച്ചാൽ പോരാ, അത് പഠിച്ചുകൊണ്ടൊരു ഗുണമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം എപ്പോഴും. സോ ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, സോ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. സോ ബാക്കി എന്തെങ്കിലും എൻക്വയറീസോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ബൈ.